നമസ്കാരം. നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്ന വിഷയം എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ്. അതായത് മാധ്യമ വിചാരണയെ പറ്റിയാണ്. സമൂഹത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളും ശരികളും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ അത് നിയമത്തെ, അതായത് കോടതിയിൽ ചെല്ലുമ്പോൾ ഇതിനെ ബാധിക്കുന്നുണ്ടോ, വിധിയെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള വിചാരണകൾ നാട്ടിൽ നടക്കുന്നത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമായി മാറും. അതിന് ഞാനൊരു കോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, വെൻ മീഡിയ ബിക്കം ദ ജഡ്ജ്, ജസ്റ്റിസ് ബിക്കം എ സ്പെക്ടക്കിൾ. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മാധ്യമങ്ങൾ തന്നെ ജഡ്ജിമാരായി മാറുമ്പോൾ നീതി ഒരു കാഴ്ചക്കാരനായി നിൽക്കുക, അല്ലെ കാഴ്ചയ്ക്ക് വിരുന്നായി മാറുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു മാധ്യമത്തിന്റെ ധർമ്മം എന്താണ്, മാധ്യമങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു മാധ്യമങ്ങൾ അല്ലെങ്കിൽ TV, റേഡിയോ. ഉറപ്പായിട്ടും നമുക്കറിയാം, മാധ്യമങ്ങളുടെ പ്രധാന കടമ എന്ന് പറയുന്നത് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജനങ്ങൾക്ക്, അതുകൊണ്ടാണ് അതിന് ന്യൂസ് എന്ന് പേരിട്ടേക്കുന്നത്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് എന്ന കൺസെപ്റ്റില് എല്ലായിടത്തെയും ന്യൂസുകൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പല ചാനലുകളും ജനങ്ങളെ കോടതി എന്ന രീതിയിൽ വിധി പ്രഖ്യാപിക്കുക. ഇവരങ്ങ് വിധി പ്രഖ്യാപിക്കുന്ന അവസരത്തിലേക്ക് പല ചാനലുകളും മാറുന്നു. അതായത് ട്രയൽ ബൈ മീഡിയ. മീഡിയ തന്നെ എന്ത് ചെയ്യുക, ആദ്യത്തെ ട്രയൽ അങ്ങ് നടത്തുക. കോടതി കൊണ്ടുവരുന്നതിന് മുമ്പ് മാധ്യമങ്ങൾ ആ കക്ഷി തെറ്റുകാരനാണ്, അവന്റെ പൂർവ്വകാലം മുതല് അവന്റെ ജീവിതകാലത്ത് അവൻ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, A to Z കാര്യങ്ങളും. കോടതി നിങ്ങളുടെ പേഴ്സണൽ കാര്യം, നിങ്ങളൊരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു വക്കീൽ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഒരു കേസ്, ഇയാളിപ്പോ ഒരു പ്രശ്നം ചാടിയപ്പോഴും കോടതിക്ക് വേണ്ടത് ആ കേസുമായി ബന്ധപ്പെട്ട റെലവൻസാ. ഒരിക്കലും കോടതി പറയത്തില്ല നിങ്ങൾ 1900, അതായത് നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങൾ എങ്ങനെ ചെയ്ത്. ചില സമയത്ത് നമ്മളുടെ ഗുണം, അതായത് ട്രേറ്റ്സ്, അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇങ്ങനെയാണ്, ഒരു കൊലപാതകത്തിന് കാരണമാകുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കാൻ ചില കാര്യങ്ങളൊക്കെ കോടതിയിൽ ഓരോരുത്തർ അവരുടെ ക്യാരക്ടർ ബേസ്ഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആ തെളിവിനെ എന്ത് ചെയ്യാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി. അപ്പം ഈ പറയുന്ന ഈ ഒരു സാഹചര്യം എല്ലായിടത്തും ആപ്ലിക്കബിൾ അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രൈവസി, ഒരു ചെറിയ കേസുമായി വന്നിട്ട് അയാളുടെ കുട്ടിക്കാലം മുതലുള്ള എല്ലാ കഥകളും പറയാനുള്ളതല്ല. പക്ഷെ മാധ്യമങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാ, പിന്നെ എന്തുകൊണ്ട് തൃക്കണമംഗല ആന്നല്ലേ, ഓക്കെ, നടക്കട്ടെ. ഓക്കെ, എന്തുവായിരുന്നല്ലേ ഞാൻ പറഞ്ഞു വന്നത്, പോയല്ലോ. അപ്പം ഈ കോടതികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഇവർ വാദപ്രതിവാദങ്ങൾ നടത്തി കഴിഞ്ഞാൽ, അതായത് കോടതി അതായത് ചാനലുകൾ കോടതിയായി മാറുമ്പോൾ അവർ തന്നെ വിധി അങ്ങ് പ്രഖ്യാപിക്കും. ഇവർ തന്നെ കറക്റ്റ് അങ്ങ് ട്രയൽ നടത്തും, ട്രയൽ ബൈ മീഡിയ. അത് തന്നെയല്ലോ പോലീസിന്റെ കൂട്ടവര് എല്ലായിടത്തും പോയി അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, കോടതിക്ക് എന്ത് ചെയ്യാം, ഇവർക്കെതിരെ കേസെടുക്കാൻ പറ്റും. അത് ഞാൻ പിന്നാലെ പറഞ്ഞുതരാം, ഏതൊക്കെ വകുപ്പ് അനുസരിച്ച് അവർക്കെതിരെ കേസെടുക്കാന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് നോക്കണം, ട്രയൽ ബൈ മീഡിയ ഒന്നാമത്തെ ഇമാരുടെ പേര്. കാരണം കോടതിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. നാട്ടിൽ മൊത്തം ജനങ്ങൾക്ക് എന്ത് ചെയ്യും, ജനങ്ങളും ചിന്തിക്കുന്നത് ആ വ്യക്തി തെറ്റുകാരനായി മാറി. ഇത്തരത്തിൽ ഇന്ത്യയിൽ പല കേസുകളുണ്ട്. ആ കേസുകൾ ഞാൻ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പൊ രണ്ട്, മാധ്യമവേട്ടയാണ് വലിയ വേട്ട. ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരാളെ ശിക്ഷിച്ച്, അതായത് 2016 ചിലപ്പോ അതുകൊണ്ട് തന്നെ ചിലപ്പോ ആത്മഹത്യ എത്രയോ പേരുണ്ടാവും. മാധ്യമ വേട്ടയുടെ ഏറ്റവും വലിയ ഉദാഹരണമല്ലായിരുന്നോ ചാരക്കേസ്? അതുപോലെ തന്നെയല്ലേ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട സരിത കേസ്, അതുപോലെ തന്നെ ബാർക്കോഴ കേസ് അങ്ങനെ ഉണ്ടായിരുന്നല്ലേ. എന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? കേരളത്തിൽ മാത്രമല്ല, ഇത്തരത്തിലുള്ള, പക്ഷെ വേറെ ആരുണ്ട്, വിദേശത്തൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞോണ്ടല്ലേ യവന്മാരുടെ ലൈസൻസും കട്ട് ചെയ്യും, മാധ്യമങ്ങളുടെ ലൈസൻസ് കട്ട് ചെയ്യുന്ന തരത്തിലേക്ക് പോകും. അപ്പം സ്വാതന്ത്ര്യപരം, അതായത് ഈ മാധ്യമങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, മാധ്യമങ്ങളുടെ അഭിപ്രായത്തില് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അതിനകത്തൊന്നും നമ്മൾ കടന്നു കയറുന്നില്ല. ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ്
വരുമ്പോ അത് ഹൈഡ് ചെയ്യാതെ പറയണം. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്താണ്? ഓരോ ചാനലും ഓരോ രാഷ്ട്രീയക്കാരുടെയാ. യെസ്, അവിടെയാണ് പ്രശ്നം. അപ്പൊ ആ പാർട്ടിക്ക് പ്രയോജനമായിട്ടാണ് അവർ യെസ്, അവർ അത്തരത്തിലേക്ക് ഇതിനെ വളച്ചൊടിക്കുക. പ്രധാനപ്പെട്ട വാർത്തകൾ വരാത്ത അവസ്ഥയിലേക്ക് മാറി. ബിജെപിക്കാരന്റെ വീട്ടില് ജനമേ വെക്കൂ, കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിൽ കൈരളി മാത്രം കാണുന്നുണ്ട്. ജയിക്കുന്നതിന്റെ അത് പക്ഷെ കോൺഗ്രസ്സുകാർ അങ്ങനെയല്ല. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, കോൺഗ്രസ്സുകാർ ജയിഹിന്ദ് കണ്ടുകൊണ്ടിരുന്നാൽ ജയിഹിന്ദ് നഷ്ടത്തിൽ പോവോ? മനോരമ ചാനലാണോ? മനോരമയൊന്നും കോൺഗ്രസിന് അനുകൂലം അല്ല ഇപ്പൊ. കാരണം എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ കേന്ദ്രത്തിൽ നിന്ന് പേടിപ്പിച്ചു കഴിഞ്ഞ് അത് സത്യം മനസ്സിലാക്കുന്നോണ്ടല്ല. ഞാനത് എന്തായാലും നിന്നോട് സമർത്ഥിക്കാനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വസ്തുതകൾ പരിശോധിക്കാതെ TRP ഉപയോഗിച്ച് TRP ലക്ഷ്യമാക്കിക്കൊണ്ട് വിധി പറയുന്നത് വലിയ അപകടകരമാണ്. എനിക്കിതേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം ചാനലുകളുടെ റേറ്റിംഗ് മാത്രമാണ് ഇതിന്റെ ഒരു അളവുകോൽ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ പറയുന്നത്. ഈ പറയുന്ന കേസുകളെല്ലാം ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഹൈ പ്രൊഫൈലുള്ള കേസുകൾ മാത്രമേ ഇവർ പരിഗണിക്കൂ. ഇപ്പൊ ഇയാളുടെ ഒരു പ്രശ്നം വന്നാൽ ഇവരെ ചാനലിൽ ചർച്ച ചെയ്യാൻ വരുമോ? അപ്പൊ ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ജീവിക്കണം. ഇന്നലെ തന്നെ വേറൊരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു രാഷ്ട്രീയക്കാരുടെയും പേര് പറയുന്നില്ല. കാരണം ഇത് കേൾക്കുന്നത് രാഷ്ട്രീയക്കാരുടെ ഉപരി സാധാരണക്കാരായ ജനങ്ങളും കേൾക്കുന്നുണ്ട്. അവർക്കൂടെ കിട്ടുന്ന അറിവായി മാറാൻ വേണ്ടിയാണ്. ഇന്നലെ മാധ്യമ ചാനലുകളിൽ നമ്മൾ കേട്ട ചില വാർത്തകളിൽ ഒരാൾ ജോലി ചെയ്ത് ജീവിക്കുന്നു. മനസ്സിലായിക്കോണം, ഈ പറയുന്ന ചാനലിന്റെ ഉടമകളെല്ലാം ഇവർക്കല്ലേ കൂടുതൽ ക്രെഡിബിലിറ്റി ഉണ്ടാവേണ്ടത്. ഇവരല്ലേ നാട്ടുകാരെ വിധിക്കാൻ നിൽക്കുന്നത്. അപ്പം നമ്മൾക്കിപ്പം ഞാൻ ചോദിക്കുക, ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഒരു ജോലിയും ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല. അല്ല, അവര് ചോദിക്കുന്ന ചോദ്യം 5 ലക്ഷം രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എലോൺ മസ്കിന് ഇത്രയും പൈസ കൊടുത്ത് കിട്ടി, അയാൾ ഇങ്ങനെ ഒരു കൊണ്ടടിച്ച് നടന്നു വരുത്താൻ എങ്ങനെ തിരക്കി അങ്ങനെ ഒരു കമ്പനി? അങ്ങനെ അല്ല, ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ അദാനി എങ്ങനെ വളർന്നു? അങ്ങനെയാണെങ്കിൽ അംബാനി എങ്ങനെ വളർന്നു? ഈ രാജ്യത്ത് കഴിവും കൽപ്പുള്ള അതാ പറയുന്നേ, രാഷ്ട്രീയത്തിൽ കഴിവ് കെട്ടവർ വരണമെന്നാണ് നിങ്ങൾ പറയുന്നത്. IAS വരണ്ടേ, IPS വരണ്ടേ, നല്ല ഡോക്ടർമാർ വരണ്ടേ, നല്ല വക്കീലന്മാർ. ഇവർ പറയുന്നത് രാഷ്ട്രീയക്കാർ പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. രാഷ്ട്രീയക്കാർ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ വെച്ചേക്കുന്ന എന്തിനാണ്? അപ്പം രാഷ്ട്രീയത്തിൽ ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ വന്ന് നമ്മളെ ഭരിച്ചാൽ മതിയോ? എന്താ ഉദ്ദേശിക്കുന്നേ? സാമ്പത്തികമുള്ളവൻ വരണം, അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കാൻ നമുക്ക് കിട്ടുന്ന മാക്സിമം അവസരം, ക്യാഷ് ഉണ്ടാക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗിക്കണം. പിന്നെ അയാൾ പറയുന്ന ഈ പറയുന്ന മാൻ പവർ കമ്പനി, അങ്ങനെ ഒറ്റ സിമ്പിൾ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഞാനൊക്കെ ഇത്രയും നാൾ വിദ്യാഭ്യാസം ചെയ്യുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ്. സ്മാർട്ട് വർക്ക് ചെയ്യുന്ന ഒരുത്തനും എന്ത് ചെയ്യത്തില്ല, ഹാർഡ് വർക്ക് ചെയ്ത് കോടീശ്വരനാവില്ല. നിങ്ങൾ ഇനി അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ട. രാവിലെ തൊട്ട് വൈകിട്ട് വരെ കളയ്ക്കുന്ന ഒരുത്തൻ അങ്ങനെയാകുമോ? ഇല്ല, അവൻ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കണം. ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. ഇത് AI യുഗമാണ്. കാണണ്ടോ ഈ പുല്ലിൽ നിന്ന് നമുക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റും. 10 ജീവനക്കാരെ വെക്കണം. അന്നേരം ഇവൻ ചോദിക്കും, ഇവൻ കഷ്ടപ്പെടുന്നുണ്ടോ? ഇവൻ കഷ്ടപ്പെടണ്ട. ഇവൻ കഷ്ടപ്പെടാനല്ലല്ലോ ജീവിക്കേണ്ടത്. ഞാൻ ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോച്ച പറിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ് ഞാൻ പറയാറുണ്ട്. നീ എന്നെ കളിയാക്കാറുണ്ട് ഈ മീൻ ബിസിനസിനോട്. ഞാൻ അതിനെ ഓൺലൈൻ ആക്കാനും അതിന്റെ എല്ലാ വഴികളും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അത് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നു? ഞാൻ കൊട്ടാരക്കര മീൻ കച്ചവടം ചെയ്യും. എനിക്കിപ്പോഴും ഞാൻ പറയാം, ലൈനിൽ പോയി ചെയ്താലും എനിക്ക് അതിനകത്ത് വിഷയമുള്ളൊരു കേസല്ല. കാരണം എന്താ, അതിലൂടെയാണ് യൂസഫ് അലിയും പൈസ ഉണ്ടാക്കുന്നത്. അയാളത് AC വെച്ച് കൊടുക്കുന്നു, ഒരാൾ അല്ലാതെ കൊടുക്കുന്നു. അപ്പൊ ഞാനിത് എന്ത് ചെയ്യുന്നു, ഓൺലൈൻ വഴി ഒരു ടെക്നിക്കാലിറ്റി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ അതിന്റെ പ്രോബ്ലംസ് പഠിഞ്ഞ് മനസ്സിലാക്കാൻ പഠിക്കുന്നു. മനസ്സിലാവുന്നു? ഒരു ബിസിനസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മീൻ കച്ചവടം കാണും, കൊല കച്ചവടം കാണും, അല്ലെ ഏതെങ്കിലും ഒക്കെ വിഷയങ്ങളാണ്. നിനക്ക് സംഭവം മനസ്സിലാവുന്നു? അപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെന്താ, ഈ ഒരു ബിസിനസിനെ പറ്റി പറയുമ്പോ ഒരു പുച്ഛമാണ്. രാഷ്ട്രീയക്കാരന്റെ പ്രശ്നമല്ലേ. ചില ബിസിനസ്സുകൾ സമൂഹം അടർത്തി മാറ്റി വെച്ചേക്കുക. ഇപ്പൊ ലുലു മോളിനകത്ത് വിൽക്കുന്നത് ഇറച്ചിയും മീനും എല്ലാം വിൽക്കുന്നു. അത് മാത്രമായി ഐഡന്റിഫൈ ചെയ്ത് ഒരുത്തം ബിസിനസ് ചെയ്യുന്ന ആലപ്പുഴയിൽ അയാൾ 1000 കോടി രൂപയെ പുറത്ത് ആസ്തിയുള്ള രീതിയിലേക്ക് അയാൾ മാറി. മീൻ കച്ചവടം. മനസ്സിലാവുന്നു? അപ്പൊ എങ്ങനെ അന്നേരം അതിനെപ്പറ്റി അയാൾ അന്ന് കൊടുന്ന റൂട്ടിൽ പോയി കിടന്ന് വിൽക്കുന്നേ അല്ല. അപ്പൊ ഇന്നലെ പറഞ്ഞ ആ വിഷയം അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ MBA പഠിച്ച കോളേജ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കൊല്ലത്ത്, അയാളുടെ പേരുന്ന MSN കോളേജ്, മെമ്പർ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടുത്തെ എന്താ പ്രശ്നം എന്നറിയാം? അതിന്റെ ഓണർ ആരാന്നറിയാം? വിജയൻപിള്ള ചേട്ടന്റെ അനിയനുണ്ട്, രവിപിള്ള മാൻപവർ. അയാൾ ഈ നാട്ടിൽ ഇരുന്നോണ്ടല്ലേ ബിസിനസ് ചെയ്യുന്നത്. നെല്ലുങ്ങത്തെ MGM അച്ഛൻ എന്ത് എത്രയോ പേര് ഇങ്ങനെയുള്ള മാൻപവർ ചേർന്ന് കാശുണ്ടാക്കുന്നുണ്ട്. നല്ല ദിവസം വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും നേരുന്നു. പേരും പെരുമയും വലിയൊരു പ്രശ്നമാണ്. ജൂലി എബ്രഹാം പേരും പെരുമയ്ക്കും വേണ്ടി മനുഷ്യൻ ഓടുന്നു എന്ന് പറയാം. ഇതും ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ മാത്രമേ ഇതുണ്ട്. ജീസസ് ക്രൈസ്റ്റ് നമ്മൾ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒക്കെ ചെയ്യുന്നു.
പുള്ളിക്കാരൻ എങ്ങനെ ശരീരത്തിരുന്നപ്പോഴല്ലേ ഇത് ഉണ്ടാക്കിയത്? ആണോ? ഈ ലോകം മൊത്തം നബി അങ്ങനെയല്ലായിരുന്നു. നരേന്ദ്രമോദി അയാളുടെ ശരീരത്തിരുന്നപ്പോൾ അയാൾ ഏത് രീതി ജീവിച്ചു വന്ന ഒരാളാ. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് അയാൾ കയറി വരുന്നു. അപ്പൊ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ BJP-യുടെ ഇപ്പൊ നമ്മുടെ ഈ എഥനോൾ കമ്പനികളുമായി E20 ഇഷ്യൂസ് വരുമ്പോൾ 2 കമ്പനികളും ആരുടെ പേരില്ല? നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ പേരില്ല. എന്തായിരുന്നു അവരാരും ചോദിക്കാത്തെ? മനസ്സിലാവുന്നു? അല്ല അതാ ഇന്ന് മക്കൾ രണ്ടുപേരും വന്നില്ല. അവർക്ക് ഇന്നൊരു പ്രസംഗ മത്സരമുണ്ട്. അതിനകത്ത് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക സ്കൂൾ യുവജനോത്സവത്തിന്റെ. അവരുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളായാലും ശരി, ജീവിതത്തിൽ അവർ പഠനത്തെക്കാൾ ഉപരി എക്സ്ട്രാ കരിക്കുലർ അങ്ങനെ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അതങ്ങനെ ഒരു കാലഘട്ടത്തിലാണെന്ന് ഞാൻ അതിനെ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നില്ല. അപ്പൊ ഈ ഹൈ പ്രൊഫൈൽ ഉള്ളവരെ തേക്കാൻ കിട്ടുന്ന സമയം അവര് തേക്കും. മനസ്സിലാവുന്നു? ആരെ? ഒറ്റ നിമിഷം കൊണ്ട് മാധ്യമങ്ങൾ. അല്ല അതിനോട് എനിക്ക് ആരെങ്കിലും ഒരു കേസ് തന്നായിരുന്നെങ്കിൽ സത്യത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്കിപ്പം ഒരു PhD ചെയ്യുന്നുണ്ടാണ്. അതുകൊണ്ട് അതിന്റേതായ സ്ട്രിക്റ്റ് നമ്മുടെ കേടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഒതുങ്ങി പോകുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തൊക്കെ ഒരു ലിറ്റിഗേഷൻ ഫയൽ ചെയ്യേണ്ട ഒരു കേസുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ 497 ഇപ്പൊ ചാനലുകാരാ മാറാപ്പ് കേട്ടത്. അല്ല, ചാനലുകാർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരായി മാറിയില്ലോന്ന്. എല്ലാ ചാനലുകളും നിൽക്കുന്നത് ഈ പരസ്യം നിന്ന് കിട്ടത്തില്ല. പരസ്യം കുറവാ. കാരണം എന്താ എന്നാ പറ? എല്ലാം ഇതിലേക്ക് മാറി. സോഷ്യൽ മീഡിയ ആണ് ഇന്നത്തെ മാധ്യമം. പക്ഷെ എന്നിട്ട് റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന പരസ്യം നിങ്ങൾ കണ്ടുണ്ടോ? റിപ്പോർട്ടർ ചാനൽ വിരട്ടി ആണോ ആയിരിക്കും. അവന്മാരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് പണ്ട് ഇല്ല വിഷയം പോലെ കേട്ടോ ED വരുന്നത് പോലെ അവന്മാര്. ഇല്ല, നമ്മള് സിനിമ ചാനലുകള് സിനിമ കണ്ടിട്ട് നമ്മള് ത്വരയിൽ ഇരുന്നിട്ട് അതിന് ബാക്കി കാണാൻ വേണ്ടി ഇരിക്കുമ്പോ ഉള്ള ഒരു ഇതുണ്ടല്ലോ. അല്ല അത് റിപ്പോർട്ടറിന്റെ മുതലാളി ഉണ്ടല്ലോ, അവനെ പറ്റി അലക്സ് എന്തോന്റെ അവനെ പറ്റി ഒരു കേസ് വന്നില്ലല്ലോ മരമുറിയുമായി ബന്ധപ്പെട്ട്. ആരേറ്റെടുത്ത്? അത് മാത്രമല്ലെങ്കിൽ അയാൾ എങ്ങനെ ഇത്രയും വലിയ സമ്പന്നനായി? എല്ലാരും അങ്ങനെ എന്തെങ്കിലും ബിസിനസ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളിലും ഉണ്ടാവണം, ഇന്ത്യൻ പൗരന്മാരിലും ഉണ്ടാവണം. ആശയമാണത്. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നൊരു പ്രവർത്തകരൊന്നുമില്ല. ഒരാൾ അത് നമ്മൾ പറഞ്ഞ രാഷ്ട്രീയക്കാരൻ പഠിച്ചു വരുന്നതുമല്ല. അല്ല, അതോർത്തണം. അത് രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് എന്തൊരു പ്രൊഫഷനാണോ? അവൾ പൊളിറ്റിക്കൽ സയൻസ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ശശി തരൂർ എവിടെ നിന്ന് കയറി വന്നതാ? ഇപ്പൊ ഈ BJP-യിൽ എത്രയോ പേര് ഇപ്പൊ തന്നെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് മനസ്സിലാവുന്നു? എത്രയോ പേര് അത്തരത്തില് പേര് നല്ല രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കലയാക്കി കൊണ്ടുവരുന്നവരൊന്നും അല്ല. ഇപ്പൊ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ എത്രയോ രാഷ്ട്രീയക്കാർ വിവിധ മേഖലകളിൽ നിന്ന് വരുന്നു. മനസ്സിലാക്കുക. അന്നേരം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറ്റക്കാരാണെന്ന് തെളിയാതെ മനസ്സിലായോ അവർക്കെതിരെ മാധ്യമ വിചാരണ നടത്തുന്നത് ഒരു ജനാധിപത്യ ഭീഷണിയാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മാനനഷ്ട. അതെങ്ങനെ? ഇയാളെ പറ്റി ഞാൻ ചുമ്മാതെ ഒരു സംഭവം വന്നിട്ട് ഞാൻ പോയി മാനനഷ്ട കേസ് ഞാൻ ഫയൽ ചെയ്യണോ? അതെവിടെയാ? അങ്ങനെയൊന്നും അല്ല. ഈ മാനനഷ്ട കേസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെതിരെ വന്നു, ഈ ചാനലുകൾക്കെതിരെ അതെന്താ പോകാൻ ഞാൻ പാർട്ടി എന്തുകൊണ്ട് പോയില്ലെന്നു? എല്ലാ മാധ്യമങ്ങൾക്കും എതിരെ ഒരു 20 കോടി രൂപയ്ക്ക് കേസ് കൊടുക്കണമായിരുന്നു. എപ്പോ കേസ്? ആരാണോ ഇത്തരത്തിലുള്ള ട്രയൽ ആദ്യം കൊണ്ടുവരുന്നത്, ട്രയൽ നടത്തുന്നത്, ഇവർക്കെതിരെ ഈ കോടതി പറയുന്നു ഇതിൽ തെറ്റില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ യുവമാരുടെ ഫണ്ട് ഈടാക്കണം, യുവമാരുടെ ലൈസൻസും കട്ട് ചെയ്യണം. അല്ലാത്തടത്തോളം കാലം യുവമാരെല്ലാം എന്തെന്നറിയോ, ഒരു മൈക്കും ചൂണ്ടി യുവമാർ രാവിലെ തൊട്ട് വൈകിട്ട് ഒരു കുറ്റാന്വേഷണക്കാരായി മാറും. ഇവിടുത്തെ പോലീസുകാർക്ക് അവരും പേടിയായി തുടങ്ങിയവന്മാരെ. പോലീസുകാർ നേരെ ജോലി ചെയ്യാൻ അവർക്കും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അവർക്ക് പക്ഷെ പ്രയോജനമായി. പണ്ട് തത്തമ്മയെ ചീട്ടിട്ടെടുപ്പിക്കുന്നത് പോലെ ഇപ്പൊ എല്ലാ മാധ്യമങ്ങളെ കൊടുത്തോളൂ. എല്ലാം കയ്യിലോട്ടൊക്കെ കിട്ടുന്നതിന് ബാക്കി ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരാണ് സത്യം തെളിയിക്കുന്ന കണ്ണാടിയായി അങ്ങ് മാറിയിരിക്കുക. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഇവരെന്നിട്ട് എന്ത് ചെയ്ത് കോടതിയെ പോലെ ചുറ്റിക ഉയർത്തി അങ്ങ് നിൽക്കുക. കോടതിക്ക് ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട്, അത് കോടതിയാണ്. യവന്മാരെന്ത് ചെയ്യാണ്? യവന്മാർ ഇതിന്റെ ചുറ്റിക എടുത്ത് പിടിച്ച് തലക്കടിക്കാനായിട്ട് അങ്ങ് നിൽക്കുക. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ കയ്യിലാണെന്ന് ജനം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പം ഉറപ്പായിട്ടും ജനം എന്ത് ചെയ്യണം? ഇതിനെതിരെ സത്വര നടപടി സ്വീകരിക്കാൻ പോകണം. പക്ഷെ നേരെ തിരിച്ചൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ തന്നെ പോലീസിന്റെ മർദ്ദനത്തെ കുറിച്ച് വന്നപ്പോഴേ എത്രയോ പേര് ഇതിനെ മർദ്ദനമൊക്കെ അനുഭവിച്ചു. എന്നിട്ട് എന്തായിരുന്നു ചാനലിൽ ഇപ്പൊ ഒരു പയ്യൻ പോയി കോടതി പോയിട്ടല്ലേ ഇത് നിയമം വന്നത്? അന്നേരം സുജിത്ത് പോയി. അതെങ്ങനെ സുജിത്ത് വേണ്ടി വന്നു? ഒരാൾ അവിടെ CCTV ഉണ്ട്. അത് ഇപ്പൊ പറഞ്ഞ ഇപ്പൊ യവന്മാര് കൊടുത്തില്ലേലും സോഷ്യൽ മീഡിയ കൊടുത്തോളും. മനസ്സിലായോ? അവന്റെ കയ്യിൽ ഈ തെളിവ് കിട്ടിക്കഴിയുമ്പോൾ അവൻ അറിയാതെ എങ്ങനെ പൊതുജനങ്ങളെ അറിയിക്കണമെന്ന്. മനസ്സിലാവുന്നോ? അല്ലാതെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത്രയും നാള് യവന്മാരെന്താ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താത്ത? ഇപ്പൊ അവന്മാർക്ക് വേട്ടയാണ്, ഒരാളെ കിട്ടണം. അവന്മാർക്ക് വാർത്ത ഉണ്ടാക്കാൻ ഒരാളെ വേണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്തങ്ങ് ഞാൻ കണ്ടിട്ട് ഇതിനകത്തങ്ങ് ഒരു സംഭവം നടക്കുന്നില്ല. ഇത്തരത്തിൽ മാധ്യമ വേട്ടകൾ നടത്തിയ കോടതിക്ക് ഇങ്ങനെ നടത്തിയവന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. യവന്മാർക്കെതിരെയുള്ള ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക്
ഒരു നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ IPC ഏതൊക്കെ വകുപ്പാന്ന് വെച്ചാൽ 505 എന്ന് പറഞ്ഞാൽ ഈ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. മനസ്സിലായി? തെറ്റായ വാർത്ത പടർത്തി സമൂഹത്തിൽ ഭയം, വിദ്വേഷം, അങ്ങനെ കലാപം, ഇതിനൊക്കെ യവന്മാരിത് തന്നെയായ, അതായത് IPC 505 അത് അനുസരിച്ച് യവന്മാർക്കെതിരെ കേസ് കൊടുക്കാം. മനസ്സിലാവുന്നു? അതോടൊപ്പം തന്നെ IPC 499 500 ഡിഫമേഷൻ, നമ്മളെ അപമാനിച്ചെന്നൊക്കെ പറയുന്നത് ഒരു തീ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവണം. അല്ല എന്നുണ്ടെങ്കിൽ നാളെ ഇവർ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കും. മനസ്സിലാവുന്നു? എന്നിട്ട് പ്രസ് കൗൺസിലിൽ അവർക്കെതിരെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ PCI പരാതി കൊടുക്കാം യവന്മാരുടെ. എന്നിട്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്ത് ചെയ്യാൻ പറ്റും? യവന്മാരുടെ ലൈസൻസ് കട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നു? അപ്പം ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്യാം. എന്നിട്ട് അതോടൊപ്പം തന്നെ കണ്ടംപ്റ്റ് കോർട്ട്. ഇത് കോടതി വിധി പറയുന്നതിന് മുമ്പ് യവന്മാര് വിധി പറഞ്ഞ ഇതൊക്കെ ആർക്കെതിരെയാണ്? കോടതിക്കെതിരാ. മനസ്സിലാവുന്നു? അപ്പൊ അതിനാണ് പറയുന്നത് കണ്ടംപ്റ്റ് കോർട്ട് ആക്ട് 1971 എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലാവുന്നു? അതനുസരിച്ച് യവന്മാർക്ക് എന്ത് ചെയ്യാം? മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലേ? മാധ്യമ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യ? ഇവിടെ ഈ കോടതിയുടെ ഇത് ഏറ്റെടുക്കാനല്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ നീ ഇത്രേ ഓർത്തിരുന്നാ മതി. ന്യായമായ വിചാരണ ഭരണഘടന അവകാശമാണ്. അതായത് ന്യായമായ വിചാരണ ആർക്ക്? റൈറ്റ് ടു ഫെയർ ട്രയൽ ആരുടെ അവകാശമാണ്? നിന്റെ അല്ല, അവന്മാർക്ക് അങ്ങനെ ഒരു അവകാശം. നിനക്കൊരു വിചാരണ നടക്കണം. യവന്മാര് കയറി ആദ്യം വിചാരണ നടക്കുന്നുണ്ട്, കോടതിയിൽ ഈ വിചാരണ നടക്കൂ. മനസ്സിലാവുന്നു? അത് പറയുന്നത് ആർട്ടിക്കിൾ 21. മനസ്സിലായി? ട്രയൽ ബൈ മീഡിയ എന്ന് പറയുന്നത് അത് ഇവരെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേ ഓർഡർ അല്ലെ ഗാങ് ഓർഡറിന് കാരണമായി മാറും. ഇവന്മാരെ ഇത് സ്റ്റേ ചെയ്യാൻ പറയണം കോടതി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ഇതും എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട കേസുകളാണ്. അതായത് ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിൽ ഇവർക്ക് ഗ്യാങ് ഓർഡർ മൊത്തത്തിൽ ബാൻ ചെയ്യാം ഈ കേസ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ ബാൻ ചെയ്യണം. അതിനൊക്കെയുള്ള അവകാശങ്ങളൊക്കെ വരുന്ന ഇതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ മാധ്യമങ്ങൾക്കെതിരെ ജനങ്ങൾ ഭയപ്പെടുകയല്ല. മാധ്യമങ്ങൾ ട്രയൽ നടത്തി കഴിഞ്ഞാൽ കേസ് കൊടുക്കണം. അതാരും പോകാത്ത എന്തുകൊണ്ടാണ്? ഇവന്മാർ വേറെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് കൊണ്ടുവരണം. അങ്ങനെയുള്ള പ്രശ്നം കൊണ്ടായി എല്ലാവരും ഇങ്ങനെ ഭയപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ മാധ്യമങ്ങളിലുള്ള എല്ലാവർക്കും എതിരെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടന്നാൻ തോന്നും. ഓക്കെ, നമ്മളിവിടെ എത്തിയത് കൊണ്ട് നിർത്താം. ചേട്ടാ ഒരു ചായ. കൺക്ലൂഡ് ചെയ്യാൻ പോന്നെ. അതുകൊണ്ട് മാധ്യമ വിചാരണ 100% എന്താണ്? തെറ്റാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് അറിയിക്കാനുള്ള അവകാശമേ ഉള്ളൂ. മനസ്സിലാവുന്നോ? അല്ലാതെ മാധ്യമ വിചാരണ നടത്താനുള്ള, ഒരാളെ ഇന്റർപ്രറ്റ് ചെയ്യാനോ അയാളുടെ ജീവിതത്തെ പറ്റി ചുവരിഞ്ഞെടുത്തുകൊണ്ട് വരുവാനോ ഒരാളെ അപമാനിക്കത്ത രീതിയിലുള്ള പ്രസ്താവനകൾ നടത്താനോ ഇവർക്ക് അവകാശമല്ല. ഇവർ ഇൻവെസ്റ്റിഗേറ്റർ അല്ല. അത്തരത്തിൽ ഒരു കാര്യം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം പോകുന്നത്? ഈ ചാനലുകളിൽ തന്നെ പലരുമായി ഇവർക്ക് ബന്ധമുണ്ട്, പാർട്ടിക്കാരുമായി ബന്ധമുണ്ട്. അപ്പൊ ഈ പാർട്ടിക്കാർ ഭയപ്പെടുന്ന എന്താ? യുവമാർ എനിക്കെതിരെ ഇലക്ഷൻ എടുത്തിട്ട് അടിച്ചാൽ, മനസ്സിലായി? ഇതെപ്പോഴും വരുന്ന ഇലക്ഷന്റെ സമയത്താണ്. അപ്പൊ ആരാണ് ഇതിനെതിരെ കേസുമായി പോണ്ടത്? അപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇതുമായി കേസിന് പോകണം. അപ്പൊ എന്തായാലും ഇത് അത് പറയുന്നത്, ഒന്ന് സമയനഷ്ടം, ഒന്ന് സാമ്പത്തിക നഷ്ടം. ഇത് രണ്ടുമാണ്. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്കിത് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കണം. മനസ്സിലായോ? 1-2 പേര് എന്നോട് പറഞ്ഞ പൈസ വേണമെങ്കിലും ചെലവാക്കുക, ഈ മാധ്യമങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിൽ നടപടികൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് അരുണിനെതിരെ. പക്ഷെ അരുണിനെതിരെ നമ്മളൊരു കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ 100% അരുൺ എന്ത് ചെയ്യും? പണി മേടിച്ചു കൂട്ടും. അപ്പം പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ ഒത്തിരി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി. പിന്നെ വക്കീൽമാരെന്താ ഏറ്റെടുക്കാത്തെന്ന് ചോദിച്ചാൽ, ചേട്ടാ ഞാൻ ഇപ്പൊ കണ്ട്